ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഇന്ദു ചൂടൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്ന് ആക്ച്വലി എനിക്ക് ഈവനിങ് ഡിപ്പാർച്ചറാണ് കേട്ടോ. അപ്പോൾ 2 ഫ്ലൈറ്റേ ഉള്ളൂ, കൊച്ചി ടു ചെന്നൈ, ചെന്നൈ ടു കൊച്ചി. അപ്പോൾ എനിക്കിന്ന് കുറേ ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ മേക്കപ്പ്, എൻ്റെ സ്കിൻ കെയർ ഇതെല്ലാം നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. അപ്പോൾ വീഡിയോ തുടങ്ങും മുന്നേ എൻ്റെ പുതിയ ഇൻട്രോ ഒന്ന് കണ്ടിട്ട് വായോ. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഇൻട്രോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ആക്ച്വലി കുറച്ച് മുന്നേ എണീറ്റതേ ഉള്ളൂ, അതാണ് എൻ്റെ മുഖം ഫുള്ള് ഔന്നിരിക്കുന്നത്. ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ നല്ലോണം ഉറങ്ങിയതാണ്, എന്നാലും മുഖത്ത് ആ ഒരു ഇത് മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങും മുന്നേ ഞാൻ പറയുവാണ്, ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാം എൻ്റെ സ്കിന്നിന് പറ്റിയതാണ് കേട്ടോ. കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഡ്രൈ ആവാറുമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ സംഭവങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നോക്കി തന്നെ വാങ്ങണം കേട്ടോ. ഇന്ന് എന്തായാലും കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കണം എന്ന്. ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു, കാരണം ഇന്ന് എനിക്ക് കുറേ ടൈം ഉണ്ടല്ലോ, ഡേ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഓർത്തു എന്തായാലും ഇന്ന് ഷൂട്ട് ചെയ്യണം എന്ന്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് പെട്ടി. എല്ലാ ഫ്ലൈറ്റിലും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും, കാരണം നമുക്ക് മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഞാൻ എന്നെ നോക്കി ചിലപ്പോൾ സംസാരിക്കും കേട്ടോ, കാരണം മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് എന്നെ കാണണമല്ലോ. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇതിൽ ഞാൻ എപ്പോഴും എല്ലാം ഓർഗനൈസ് ചെയ്താണ് കൊണ്ട് നടക്കാറ്. ഇതിൽ അയ്യോ കണ്ടോ, ഈ സൈഡിൽ ഫുൾ എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ആണ്. ഇതിലാണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത്. എല്ലാം ഫുൾ വൃത്തികേടായിട്ടിരിക്കുവാണ്. ആദ്യം തന്നെ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്കിൻ കെയർ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു മാറ്റം ഉണ്ടാവും. ഞാനൊരു 3-4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യാറുണ്ട്. നല്ല മാറ്റം, നമുക്ക് സ്കിന്ന് ബ്രൈറ്റ് ആവും, എന്തൊക്കെയൊക്കെയോ ആവും കേട്ടോ, നല്ലതാണ്. പിന്നെ ഗേൾസിന് മാത്രമല്ല ബോയ്സും സ്കിൻ കെയർ എന്നും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ ടോണറാണ് കേട്ടോ. ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്, റൈസ് വാട്ടർ ടോണറാണ് കേട്ടോ. ഞാൻ പണ്ടും പ്ലമ്മിൻ്റെയാണ്, വൈറ്റമിൻ സിയുടേതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും നല്ലതാണ്, ഇതും നല്ലതാണ്, പക്ഷെ കുറച്ചും കൂടി എനിക്കിഷ്ടം ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ ടോണർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി എന്നും മുടിയാണ് കേട്ടോ കെട്ടാറ്. മുടി കെട്ടി സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് ഇടാറ്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം ഫേസ് മേക്കപ്പ് ചെയ്യുന്നത്. ടോണർ യൂസ് ചെയ്തതിന് ശേഷം സിറമാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കോൺഫിഡക്സ് എന്ന് പറയുന്ന ഒരു സിറമാണ് കേട്ടോ. ഇതെനിക്കിഷ്ടമാണ്, നല്ലതാണ്. അപ്പം ടോണർ, സിറം, അടുത്തത് വരുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ ഡോക്ടർ റെഡ്ഡീസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഇത് നല്ലതാണ്. എൻ്റെ ശബ്ദമൊക്കെ എന്തോ പോലെ ഇരിക്കുകയാണ് രാവിലെ, ഇപ്പം എണീറ്റേ ഉള്ളൂല്ലോ, അതുകൊണ്ട്. ഞാൻ ക്യാമറ നോക്കിയാണ് ആക്ച്വലി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എന്താവുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട്, അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൺസ്ക്രീൻ. ഞാൻ യൂസ് ചെയ്യുന്നത് UV ഡോക്സിൻ്റെ ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി അങ്ങനെയൊന്നും ഇടാറില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇടാറുള്ളൂ. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം അങ്ങനെയൊന്നും. സൺസ്ക്രീൻ കുറച്ചധികം ഞാൻ ഇടാറുണ്ട്. ഫ്ലൈറ്റിലാണ്, എന്നാലും എന്നും ഇടണം എന്നാണല്ലോ അതിൻ്റെ ഒരിത്. വെയിലൊന്നും കൊള്ളുന്നില്ല, എന്നാൽ പോലും ഇടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ സ്കിൻ കെയറിൽ വരുന്നത്. ഇത് മസ്റ്റായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ല മാറ്റം വരും കേട്ടോ. ഞാൻ ഷുവർ തരാം. ഞാൻ അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ്. നമ്മുടെ ഫേസ് വാഷ്, ടോണർ, സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത്രയാണ് സ്കിൻ കെയറിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം, എന്നിട്ട് നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ലിപ് ബാമും കൂടെ കുറച്ച് ഇടാം കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ്പ് മാസ്ക് ആണ്. അത് ഞാൻ മേക്കപ്പ് ഇടും മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് വയ്ക്കും.
പിന്നെ എനിക്ക് മേക്കപ്പിലെ ABCD അറിയത്തില്ല കേട്ടോ. എനിക്ക് മേക്കപ്പ് ഇടാനേ അറിയത്തില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്. കാരണം ഞങ്ങൾക്ക് മേക്കപ്പ് കമ്പൽസറി ആണല്ലോ. എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യും. സോ ഞാൻ വലിയ പ്രോ ഒന്നുമല്ല. ചിലപ്പോൾ ഞാൻ എല്ലാം കൂടെ കുളമാക്കി വെക്കും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇൻഡിഗോയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് തോന്നും പോലെ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റത്തില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്കിന്നിന് ചേരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചേർന്ന അങ്ങനെ ഒന്നും ഒരു ബ്രാൻഡും യൂസ് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ കമ്പനി കുറച്ച് ഷെയ്ഡ്സും കുറച്ച് ബ്രാൻഡ്സും പറഞ്ഞിട്ടുണ്ട്. സോ അത് മാത്രമാണ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കമ്പനി എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ തിരിച്ച് വരുമ്പോഴോ നമ്മുടെ ബാഗെല്ലാം അവർ ചെക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സോ അങ്ങനെ എന്തോ ഇത് ഈച്ച. അപ്പം കമ്പനി അറിയുമല്ലോ നമ്മൾ അതൊക്കെയാണെന്ന്. പിന്നെ അവർക്ക് അറിയാമല്ലോ, നമ്മുടെ ഫേസ് കാണുമ്പോൾ അറിയാമല്ലോ നമ്മൾ സെയിം ഷെയ്ഡാണോ സെയിം ഇതാണോ യൂസ് ചെയ്തേക്കുന്നത്. സോ കമ്പനി പറയുന്ന മേക്കപ്പ് ലുക്കേ ഞങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ, അതിന് ഫേസിന് ചേർന്നാലും ഇല്ലെങ്കിലും. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പ്രൈമറാണ് കേട്ടോ ഞാൻ ഇടുന്നത്. മേക്കപ്പ് ഇടുന്ന സമയത്ത് എൻ്റെ ബെഡ് ഫുള്ള്, ഞാൻ ഇവിടെ ഇരുന്നല്ല ശരിക്കും മേക്കപ്പ് ഇടാറ്. ഞാൻ മറ്റേ ഡ്രസ്സിങ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെയാണ് ഞാൻ മേക്കപ്പ് ഇടാറ്. അവിടെ ഫുള്ളിങ്ങനെ നിരത്തി പറക്കി വെക്കും ഞാൻ. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പറക്കി വെക്കുന്നത് തന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം ആദ്യം തന്നെ ഒരു പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏത് പ്രൈമറാണെന്ന് ശരിക്കും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം ലുലു മോളിൽ പോയപ്പോൾ മേടിച്ചതാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേര് ഇതിൻ്റെ ഫുള്ള് മാഞ്ഞു പോയി, എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര ഓർമ്മക്കുറവാണ് എനിക്ക്. പ്രൈമർ ഇട്ടു. അതിനുശേഷം ഫൗണ്ടേഷൻ. എനിക്ക് ശരിക്കും ഫൗണ്ടേഷൻ ഇടുന്ന അധികം ഇഷ്ടമല്ല, പക്ഷേ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇട്ടല്ലേ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ കുറേ ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ. മാക്ക്, മേബിലിൻ്റെത്, പിന്നെ അത് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫൗണ്ടേഷനാണ് ഈ മാക്കിൻ്റെ. ഞാൻ ഭയങ്കര ആഗ്രഹം തോന്നി വാങ്ങിയതാണ് മാക്കിൻ്റെ ഫൗണ്ടേഷൻ. പക്ഷെ അതിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫേസ് എല്ലാം കൂടി അങ്ങ് ഡാർക്കാകും. മുഖം ഫുൾ അങ്ങ് ഡാർക്കായി എന്തോ പോലെ അങ്ങാവും. അന്നത്തോടെ ഞാൻ നിർത്തി. ഇത് ഒരാഴ്ച ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ, അതുപോലെ തന്നെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫൗണ്ടേഷനാണ് റെവ്ലോണിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ലൈക്ക് ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കാണ്, ഭയങ്കര ഒരു ഗ്ലോ തോന്നും ഇതിടുമ്പം തന്നെ. പിന്നെ മേബിലിൻ്റെ ഫൗണ്ടേഷനും നല്ലതാണ്, പക്ഷെ ഞാൻ അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ റെവ്ലോണിൻ്റെയാണ്. ഇത് ഭയങ്കര ഒരു ലിക്വിഡ് ടൈപ്പാണ് കേട്ടോ. ഞാനിത് ഇങ്ങനെയാണ് ഇടാറ്. ഇങ്ങനെ ഇതിൽ ബ്യൂട്ടി ബ്ലെൻഡറിൽ എടുക്കും, എന്നിട്ട് ഇങ്ങനെ ഞാൻ മേക്കപ്പ് ഇടുന്ന കണ്ടിട്ട് നിങ്ങളിങ്ങനെ വിചാരിക്കരുത് ഇങ്ങനെയാണോ മേക്കപ്പ് ഇടുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് ഇടാറ്. ഞാൻ കഴുത്തിലങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല കേട്ടോ ഡ്യൂട്ടിക്ക് പോകുമ്പം. കാരണം ഒന്നാമത്തെ അര യൂണിഫോമിൽ ഫുള്ളാവും, രണ്ടാമത്തെ അര ഞങ്ങൾ സ്കാർഫ് ഇടുന്നതുകൊണ്ട് കഴുത്തങ്ങനെ കാണില്ലല്ലോ. അപ്പോൾ പിന്നെ ഇട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് നോ പ്രോബ്ലം. അപ്പോൾ ഇതേ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഈ റെവ്ലോണിൻ്റെ ഫൗണ്ടേഷൻ ഇടുമ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ടും ഗ്ലോ ആവും കണ്ടോ. എനിക്ക് ശരിക്കും ഗ്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സ്കിന്ന് അധികം ബ്രൈറ്റായിട്ട് കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഐ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ സ്കിന്ന് എപ്പോഴും ഗ്ലോ ആയി കാണും എന്നെനിക്ക് അതെന്തോ ഭയങ്കര ഒരു ഐ എം സോ ഒബ്സെസ്ഡ് വിത്ത് ഗ്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൺസീലർ ഞാൻ വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ. കൺസീലറിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ആണ് കേട്ടോ. ഷുഗറിൻ്റെ കൺസീലറാണ്. ഇത് അടിപൊളിയാണ്. നമ്മളിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് അപ്പം തന്നെ ബ്ലെൻഡ് ആവും, സ്കിന്നിലങ്ങ് പിടിക്കും. കണ്ടോ, ഞാൻ ഇതൊക്കെ കുറച്ച് ഇടാറുള്ളൂ. ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടും ഞാൻ. കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. ഭയങ്കര ഈസി ടു ബ്ലെൻഡാണത്. ഞാനങ്ങനെ കളർ കറക്റ്ററൊന്നും എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ അധികം ഡാർക്ക് സ്പോട്ട്സും അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ഹൈഡാവും. പക്ഷെ എനിക്ക് ഞാനങ്ങനെ അതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതേ കൺസീലറൊക്കെ ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബനാന പൗഡറാണ് കേട്ടോ. എനിക്ക് കോമ്പാക്റ്റ് ഇടുന്ന ഇഷ്ടമേ അല്ല. കോമ്പാക്റ്റ് എന്താണെന്നറിയില്ല, ഞാൻ ഇടുമ്പം എനിക്ക് എന്തോ പോലെ തോന്നാറുണ്ട്. ഞാൻ ഒന്നെങ്കിൽ സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഈ ബനാന പൗഡറാണ് യൂസ് ചെയ്യുന്നത്.
സെറ്റിംഗ് പൗഡർ എൻ്റെ മേക്കപ്പ് ഫോറെവറിൻ്റെ ഒരു സെറ്റിംഗ് പൗഡറും ഇത് റെവല്യൂഷൻ്റെ ഒരു ബനാന പൗഡറാണ്. ഞാനിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് ബനാന പൗഡറാണ്. സെറ്റിംഗ് പൗഡറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ എപ്പോഴും ഇപ്പം ബനാന പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യാറ്. കണ്ടോ, ഇപ്പോൾ ഇട്ട മേക്കപ്പ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഞാനങ്ങനെ കോമ്പാക്റ്റ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ ഇത്ര മാത്രമാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാറ്. ഇതിന് ശേഷം വരുന്നതാണ് നമ്മുടെ ബ്ലഷ്. അല്ലെങ്കിൽ ബ്ലഷിന് മുന്നേ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് ഞങ്ങൾക്ക് ശരിക്കും ഒന്നെങ്കിൽ ബ്ലാക്ക് സ്മോക്കി ഐസ് അല്ലെങ്കിൽ ബ്രൗൺ സ്മോക്കി ഐസ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ചെയ്യാം. പിന്നെ ഐലൈനർ ഞങ്ങൾക്ക് വരയ്ക്കാൻ പാടില്ല, ഐ പെൻസിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാനെപ്പോഴും ഒരു ബ്രൗൺ ഐസാണ് ചെയ്യാറ്. എനിക്ക് സ്മോക്കി ഐസിന് അങ്ങനെ ചെയ്യാൻ അറിയില്ല, പക്ഷേ തട്ടിക്കൂട്ട് എങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അത് എൻ്റെ ഐസിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ യൂസ് ചെയ്യുന്നത് കളർ ബാറിൻ്റെ ഒരു ബ്ലാക്ക് പെൻസിലാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ ബ്ലാക്ക് ഐ പെൻസിൽ വെച്ച് വരച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മുടെ ഐഷാഡോൻ്റെ കോലം ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ടൊരു 1.5 വർഷമായിട്ടോ. ഇത് നൈക്കയുടെ ഐഷാഡോ പാലറ്റാണ്. ഞങ്ങൾക്ക് കുറേ ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മേടിച്ചത് നൈക്കയുടേതാണ്. ഇതെവിടെയൊക്കെയോ വീണ് പൊളിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരമായിട്ടൊരു ഈച്ച കിടന്ന് പറന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പുറത്തെ ഡോറോ ഈ ജനലോ തുറന്നപ്പോൾ ഈച്ച കയറിയതാ. അതിനിപ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല പാവം. ഇനി എപ്പോഴെങ്കിലും തുറന്നാലേ അതിന് ഇറങ്ങാൻ പറ്റുള്ളൂ. കുറച്ചൊരു അനുഭവിക്കട്ടെ. കയറി വന്നതല്ലേ ആവശ്യമില്ലാണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഐ മേക്കപ്പ്. അതിനുശേഷം ഒരു ഷുഗറിൻ്റെ ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ട്. ഇതിൽ ഈ ഒരു ഹൈലൈറ്റർ പോലത്തെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് മേലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കണ്ണൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കും. അങ്ങനെ മസ്കാരയൊക്കെ ഇട്ടു, ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ബ്ലഷ്. ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിയൊരു ബ്ലഷാണ് കേട്ടോ, പിക്സിയുടെ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതധികം ലാസ്റ്റ് ചെയ്യത്തില്ല. ആ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ബ്ലഷ് കഴിഞ്ഞു. ഇനിയാണ് ഹൈലൈറ്റർ ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. ഇതും ഈ ഒരു കോലത്തിലായി. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളെ. എൻ്റെ അടപ്പും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഹൈലൈറ്റർ നമുക്കറിയാമല്ലോ, ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞു അടുത്തതാണ് നമ്മുടെ മെയിൻ പുള്ളി ലിപ്സ്റ്റിക്ക്. ആദ്യം തന്നെ ഞാനൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒരു ചെറിയൊരു ബോർഡർ വരച്ച് കൊടുക്കും. ഇത് നൈക്കയുടെ വൈൻ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാനങ്ങനെ ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് എപ്പോഴും ചുണ്ട് നല്ല മാറ്റായിട്ടിരിക്കണം. സോ അങ്ങനെയുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഞങ്ങൾക്ക് കുറേ ബ്രാൻഡ് ഉണ്ട് കേട്ടോ. കുറേ ബ്രാൻഡ് ലിപ്സ്റ്റിക്ക് ഞങ്ങൾക്ക് യൂസ് ചെയ്യാം. നൈക്കയുടെ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഒന്ന് ബ്രൈറ്റ് ക്രൂ, ഒന്ന് ബോസ് ബേബ്. പിന്നെ കെ ബ്യൂട്ടിയുടെ ഒരെണ്ണം ഉണ്ട്. കെ ബ്യൂട്ടിയുടേത് ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ, ഒരു ലവ് എന്ന് പറഞ്ഞിട്ട്. അത് നല്ലതാണ്. അതും എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാനിപ്പം ഇടുന്നത് നൈക്കയുടെ ബോസ് ബേബ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് നല്ല അടിപൊളി, ലൈക്ക് ഭയങ്കര ഒരു ബ്രൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. എനിക്കങ്ങനെ ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമല്ല. ഞാനങ്ങനെ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഇടുന്നത് വളരെ കുറവാണ്. എനിക്കെപ്പോഴും ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കൂടുതൽ ഇഷ്ടം. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. നല്ലതാണ്. ഒരു പിങ്കിഷ്, ഒരു റെഡിഷ് പിങ്കിഷ് ഷെയ്ഡാണിത്. പിന്നെ എനിക്കങ്ങനെ ഐബ്രോസ് ചെയ്യുന്ന അധികം ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല എല്ലാവർക്കും ഡാർക്ക് ഐബ്രോസാണ് ഇഷ്ടം. പക്ഷേ എനിക്കങ്ങനെ ഐബ്രോസ് ഭയങ്കര ഡാർക്കായി ഇരിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ ഐബ്രോ ഭയങ്കര രണ്ടും 2 ഷേപ്പാണ്. ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടാണ്. അത് ജന്മന അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഐബ്രോസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ച് കൊടുക്കാം. സെറ്റായി. ഇത്രയേ ഉള്ളൂ എൻ്റെ ഫേസ് മേക്കപ്പ്. ഇതാണ് ഇതാണ് എൻ്റെ മേക്കപ്പ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കേട്ടോ, അല്ലാത്തപ്പോൾ വേറെയാണ്.
അപ്പം ഞാനിനി വേഗം പോയി, ഒന്നാമത് ടൈമില്ല, വേഗം പോയി മുടി കെട്ടിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ദേ എൻ്റെ മുടി ഞാൻ കെട്ടിയിട്ടുണ്ട്. ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കമ്പനി പറയുന്ന ഹെയർ സ്റ്റൈൽസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ് ഇത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് തന്നെ ചെയ്യാറ്. നമുക്ക് ശരിക്കും മുടിയൊക്കെ ദേ ജെല്ലും അതും ഇതൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഒരു മുടി പോലും ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ല. ഇനി നമുക്ക് വേഗം ആക്സസറീസ് ഇടാം, അതായത് നമ്മുടെ ബാഡ്ജ് അതും ഇതൊക്കെ. ഇപ്പം ഞാൻ ഫ്ലൈറ്റിൽ യൂഷ്വലി ഞാൻ ലൈക്ക് 2 വർഷം കഴിഞ്ഞല്ലോ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഞാൻ സീനിയർ ആയി കഴിഞ്ഞു. സോ ഞാനിപ്പോൾ എപ്പോഴും സെക്കൻഡ് ഇൻ കമാൻഡാണ് ആവാറ് ഫ്ലൈറ്റിൽ. അപ്പം സെക്കൻഡ് ഇൻ കമാൻഡ് ആകുമ്പം ആ ബാഡ്ജ് വേണം നമ്മൾ ഇടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെയിം ബാഡ്ജാണ്. പിന്നെ ഒരു ബാഡ്ജും കൂടിയുണ്ട്. ഇത് ഗേൾ പവർ ആണ് കേട്ടോ. ഗേൾ പവറിൻ്റെ ഒരു ബാഡ്ജാണെന്ന് തോന്നുന്നു, അതെടുത്തിടണം. അതിനുശേഷം നമ്മുടെ ബെൽറ്റ്, അത് കഴിഞ്ഞ് വാച്ച് മാൻഡേറ്ററി ആണ്. ഞാനൊരു പേൾ സ്റ്റഡാണ് കേട്ടോ എപ്പോഴും ഇടാറ്. നമുക്കിങ്ങനെയുള്ളത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ പേൾ അല്ലെങ്കിൽ ഒരു സ്റ്റോണിൻ്റെ ഒരു സ്റ്റഡ് ഇടാൻ പറ്റും. ഗോൾഡൊന്നും ഇടാൻ പാടില്ല. പിന്നെ സ്കാർഫ്, ഇതാണ് ഇങ്ങനെ കഴുത്തിൽ കെട്ടാനുള്ളത്. ഇത് നമുക്ക് 2 രീതിയിൽ കെട്ടാം. ഒന്ന് ഫ്ലവർ നോട്ടായിട്ട് കെട്ടാം, ഒന്ന് സ്ക്വയർ നോട്ടായിട്ട് കെട്ടാം. ഈ സ്കാർഫ് എങ്ങനെ കെട്ടുന്നതെന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ എന്തോ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പാമ്പ് ഉണ്ടാക്കില്ല, ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ടൈ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെയാണ് സ്കാർഫ് ഇട്ടുന്നത്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട തൊപ്പി, നമ്മുടെ ഹാറ്റ്. ഈ ഹാറ്റ് എങ്ങനെ ഇടുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തലയും താഴെ വീഴില്ലെന്നൊക്കെ. ഇത് ശരിക്കും നമുക്കിവിടെ ഒരു ഇതുണ്ട്, എലാസ്റ്റിക് ബാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ബാൻഡ് വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെയാണത്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഈ ബാൻഡ് ഇങ്ങനെ വയ്ക്കാം, അപ്പോൾ തലയിൽ ഇരുന്നോളും. ഇതെന്തായാലും നമ്മുടെ ഫ്ലൈറ്റിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യും മുന്നേ ക്യാപ്പൊക്കെ നമ്മൾ ഊരി വയ്ക്കും. ഫ്ലൈറ്റിൽ നമ്മൾ ക്യാപ്പ്, ഹാറ്റ് യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ID കാർഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ഞാൻ ഫ്ലൈറ്റിൽ ഒരുങ്ങി പോവാറ്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് മേക്കപ്പ് ഒന്നും അധികം ഇടാറില്ല, പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തിടാറുണ്ട്. ഞാൻ ആക്ച്വലി മേക്കപ്പ് ചെയ്യാൻ അധികം ടൈം യൂസ് ചെയ്യാറില്ല കേട്ടോ. ലൈക്ക് വിത്തിൻ 1 hour ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. യൂണിഫോം ഇടുക, ബാഗ് സെറ്റ് ചെയ്യുക, എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ താഴെ ഇറങ്ങും. ലൈക്ക് ചിലപ്പം ഒരു അരമണി, ചില മടി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം എണീക്കാൻ പോലും തോന്നാറില്ല. അപ്പം ഞാനൊരു 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ റെഡിയായി പോയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്കറിയോ, ക്യാബ് അന്നൊരു ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. സോ 4 മണിക്ക് ക്യാബ് വരും. 4 മണിക്ക് ക്യാബ് വന്ന് പുള്ളിക്കാരൻ ക്യാബ് താഴെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഫുൾ ഉറക്കം. അപ്പം 4:15 എന്നെ കാണുന്നില്ല. അപ്പം ക്യാബ് ഡ്രൈവർ എന്നെ ഒന്ന് വിളിച്ച് നോക്കി. ഞാൻ ഹലോ പറഞ്ഞത്, മാം ക്യാബ് ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ സർ, ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അപ്പം ചാടി എണീറ്റ് പോയി പല്ലും തേച്ച്, കുളിച്ചൊന്നുമില്ല, പല്ലും തേച്ച് എങ്ങനെയൊക്കെ റെഡിയായി ഞാൻ അപ്പം തന്നെ പോയി. ലൈക്ക് വിത്തിൻ ഒരു 10 മിനിറ്റ്സാണ് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ വരെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് രാവിലെ എണീക്കുന്ന കാര്യം ഭയങ്കര പാടാണ് കേട്ടോ. ഒരു ദിവസം ഉറങ്ങിപ്പോയി 8ന് പണിയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് ഞാൻ എന്താണെന്ന് പിന്നെ ഒരു ദിവസം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഇനി അടുത്ത വീഡിയോയിൽ, ഇനി ലോങ് വീഡിയോ ആയിട്ട് ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇതേപോലെ ഇടയ്ക്ക് ഞാൻ വരും. പിന്നെ എൻ്റെ ഇൻട്രോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.